ആ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്താണ്? പ്രിയ സുനിൽ. പ്രധാനമായും ധർമ്മേന്ദ്ര പ്രധാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിദ്യാർത്ഥികൾക്കുണ്ടായ നഷ്ടം, വിദ്യാർത്ഥികൾക്കുണ്ടായ ആഘാതം, ദുഃഖം, അതിലൊക്കെ തന്നെ മനം നൊന്താണ് താൻ രാജിവെക്കുന്നത് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. ഡീപ്ലി ഹർട്ട് ബൈ സ്റ്റുഡൻസ് പെയിൻ എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. വിദ്യാർത്ഥികളുടെ വേദന അത് തന്നെ അത്രമേൽ തന്നെ ആഘാതത്തിലാക്കി, തന്നെ ദുഃഖത്തിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്, വേദനയിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ആ രാജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിച്ചിരിക്കുന്നു. ഏതായാലും ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ തനിക്ക് വലിയ ദുഃഖമുണ്ട്, താൻ ബോധപൂർവം ചെയ്തതല്ല എന്നൊക്കെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഈ രാജിക്കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ രാജി അംഗീകരിച്ചതോടുകൂടി ഇപ്പോൾ വലിയ ആഹ്ലാദമാണ് ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു തുടങ്ങിയത് വി ഹാവ് ബ്ലഡി ഡൺ ഇറ്റ് എന്നാണ് അഭിജിത്ത് ദീപ്കെ പറഞ്ഞത്. നമ്മൾ നേടിയിരിക്കുന്നു, രാജിവെക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ സർക്കാരിൽ രാജി ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ആ രാജി നമ്മൾ സാധിച്ചെടുത്തിരിക്കുന്നു എന്നാണ് അഭിജിത്ത് ദീപ്കെ അവിടെ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോട് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ആവേശമാണ് ജന്തർ മന്ദറിൽ കാണാൻ കഴിയുന്നത്. ജന്തർ മന്ദറിലെ ഒരേ ആവശ്യമായിരുന്നു, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരേ ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പരീക്ഷാ തട്ടിപ്പ്, ചോദ്യപേപ്പർ ചോർച്ച, മൂല്യനിർണ്ണയത്തിലെ പിഴവുകൾ. ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത സാഹചര്യം. ആരാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന ചോദ്യത്തിന് മറുപടി കിട്ടാത്ത സാഹചര്യം. ഇതിലൊക്കെ തന്നെ മനം നൊന്ത്, മനം പിടഞ്ഞെത്തിയവരാണ് ഈ ജന്തർ മന്ദറിൽ കഴിഞ്ഞ കുറേ ദിവസമായി 35 ദിവസം ഈ ജന്തർ മന്ദറിൽ ചൂടും മഴയും കൊണ്ട് കിടന്നത്, ഭക്ഷണമില്ലാതെ കിടന്നത്, പട്ടിണി കിടന്നത്, ചൂടത്ത് കിടന്നത്. അവരെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ വിദ്യാർത്ഥികളുടെ സമരാഗ്നിയിലാണ് ഏതായാലും ഇപ്പോൾ കരിഞ്ഞു പോയിരിക്കുന്നത് മോദി സർക്കാരിന്റെ ആ ഒരു കടുത്ത നിലപാട് എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യമൊക്കെ തന്നെ രാജി ഉണ്ടാകില്ല, രാജിവെക്കില്ല, രാജിവെച്ചൊരു ഒത്തുതീർപ്പുണ്ടാകില്ല എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഈ വിദ്യാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു, ആ വിദ്യാർത്ഥികളുടെ സമരം വിജയിച്ചിരിക്കുന്നു, പോരാട്ടം വിജയിച്ചിരിക്കുന്നു. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ 13 വർഷത്തെ ഏറ്റവും വലിയ പോരാട്ട വിജയമാണ്. നോക്കൂ, ജന്തർ മന്ദറിൽ അഭിജിത്ത് ദീപ്കയുടെ സന്തോഷം നമുക്ക് കാണാം. ടൈഫോയിഡ് ബാധിതനാണ് അദ്ദേഹം. ഈ സമരത്തിൽ കിടന്ന്, ഈ സമരത്തിന്റെ ഭാഗമായി കിടന്ന് അദ്ദേഹത്തിന് ടൈഫോയിഡ് അസുഖം ബാധിക്കുകയും ക്ഷീണിതനായി കിടക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ കാണാം, ട്രിപ്പിട്ടതിന്റെ കയ്യിൽ കാണാം. അപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്, ഈ സമരപ്പന്തലിലേക്ക് വരുന്നത്. ആ ഒരു വലിയ നേട്ടമാണ് ഈ വിദ്യാർത്ഥികൾ നേടിയിരിക്കുന്നത്. അതൊരു വലിയ പോരാട്ട വിജയമാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന വലിയ പോരാട്ട വിജയം എന്ന് തന്നെ പറയാം. ഈ പോരാട്ടം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. അതാണ് നേരത്തെ KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത്. ഇതൊരു വലിയ രാഷ്ട്രീയ വിജയമാണ്. ആ രാഷ്ട്രീയ വിജയത്തിൽ നിന്ന് ഇനി എങ്ങനെയായിരിക്കും ഈ പോരാട്ടം മുന്നോട്ട് പോവുക? ഇതൊരു വലിയ പോരാട്ടം തന്നെയാണ്. അതൊരു പോരാട്ടത്തിന്റെ തുടക്കമായി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കും, അതിൽ മാറ്റം വരുത്തില്ല എന്ന നിലപാടിൽ നിന്ന് സർക്കാരിന് ഈ വിദ്യാർത്ഥികളുടെ നിലപാടിൽ പുറകോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് തനിക്ക് വലിയ മനോവിഷമമുണ്ടായി. വിദ്യാർത്ഥികളുടെ വേദനയിൽ, വിദ്യാർത്ഥികളുടെ ആശങ്കയിൽ, വിദ്യാർത്ഥികൾക്ക് ഈ വിഷയത്തിലുണ്ടായ ബുദ്ധിമുട്ടിൽ തനിക്ക് വലിയ മനോവിഷമമുണ്ടായിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. രാജിവെക്കില്ല പറഞ്ഞിടത്തു നിന്ന് രാജിവെക്കേണ്ട തീരുമാനത്തിലേക്ക് ഏതായാലും പോകേണ്ടി വന്നിരിക്കുന്നു. തീർച്ചയായും അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ഈ CJP എന്ന പാർട്ടിയുടെ വലിയ വിജയമാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല എങ്കിൽ പോലും അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന സന്ദേശമായി, ഒരു സങ്കല്പമായി രാജ്യത്ത് വലിയ പോരാട്ടം മുന്നോട്ട് വെച്ചു. ആ പോരാട്ടത്തിൽ ഇപ്പോൾ CJP വിജയിച്ചിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് മറ്റൊരു രാഷ്ട്രീയ വിജയം കൂടിയായി ഈ ഒരു രാജി മാറുകയും ചെയ്യുന്നു. പാർലമെന്റിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സമര നീക്കങ്ങളായിരുന്നു. പാർലമെന്റിന് പുറത്തും വലിയ സമര നീക്കങ്ങളായിരുന്നു. ഗാന്ധിജി വെടിയേറ്റ് വീണ ബിർള ഹൗസിൽ, ഗാന്ധിജി പിടഞ്ഞു വീണ ബിർള ഹൗസിൽ ആ സമരമാർഗവുമായി പ്രതിപക്ഷ നേതാക്കൾ എത്തിയിരുന്നു. പിന്നീട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ അതിനു മുൻപ് സമരനീക്കങ്ങൾ കണ്ടു. അപ്പോൾ ആ സമരങ്ങളുടെയൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിജയം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച്. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ജന്തർ മന്ദറിലേക്ക് പോകുന്നു. ജന്തർ മന്ദറിലെ ആഘോഷം പ്രേക്ഷകർക്ക് കാണാം, ആഹ്ലാദം പ്രേക്ഷകർക്ക് കാണാം. അവിടെ അഭിജിത്ത് ദീപ്കയ്ക്കൊപ്പം മറ്റു പാർട്ടികൾ നിൽക്കുന്നത് കാണാം. നോക്കൂ, ആ വാർത്ത സ്ഥിരീകരിക്കുമ്പോൾ അഭിജിത്ത് ദീപ്കയുടെ മുഖത്തുള്ള സന്തോഷം.